ചന്ദ്രനിലേക്കുള്ള ചരിത്ര ദൗത്യത്തിൽ നാസയുടെ ബഹിരാകാശ വിക്ഷേപണ സംവിധാനം ആർട്ടിമസ് 2 വിക്ഷേപിച്ചു. ഇന്ത്യൻ സമയം 4:06 വിക്ഷേപണം. ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയ അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതാദ്യമായാണ് മനുഷ്യർ ആഴത്തിലുള്ള ബഹിരാകാശത്തിലേക്ക് യാത്ര തിരിച്ചത്. 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ ചന്ദ്രനു ചുറ്റുമെത്തിക്കാൻ നാസ നടത്തുന്ന ചരിത്രപരമായ ദൗത്യമാണ് ആർട്ടിമസ് 2. 2026 ഏപ്രിലിൽ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ട ഈ ദൗത്യം ഭാവിയിലെ ചൊവ്വ യാത്രികർക്കും ചന്ദ്രനിലെ സ്ഥിരതാമസത്തിനും വഴിത്തിരിവാണ്. SLS റോക്കറ്റാണ് ദൗത്യത്തിനായി ഉപയോഗിച്ചത്. ചന്ദ്രനിൽ ലൂണാർ ഗേറ്റ് വേ എന്ന സ്റ്റേഷൻ സ്ഥാപിക്കും. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള സ്ഥിര സഞ്ചാരം ഇതോടെ സാധ്യമാകും. Target milestone. Mission Control Houston seeing good performance on 4 main engines. Space Launch System core stage. Integrity 3 miles in altitude. Traveling more than 1,200. ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വിസ്മാൻ, ജെറമി ഹാൻസൺ എന്നിവരാണ് 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന്റെ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ പങ്കാളികളാവുന്നത്. യാത്രാദൂരം ഏകദേശം 22 ലക്ഷം കിലോമീറ്ററാണ്. മനുഷ്യവാസം ചന്ദ്രഗോളത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള മുന്നൊരുക്കമായി ഈ യാത്രയെ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.